ഏറ്റവും അറിയില്ല. നമുക്ക് അവർ പൈലറ്റ് DSP സിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് ഇവിടെ നിന്ന് നിർത്താം, ചോദിക്കാം ഗേറ്റാണ് ആ സമയത്ത്. പൊതുദർശനത്തിന് ശേഷം അനന്തുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. വീട്ടിലും ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ. അനന്തുകൃഷ്ണ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആദ്യം സ്കൂളിലായിരുന്നു, അനന്തു പഠിച്ച സ്കൂളിലാണ് പൊതുദർശനം ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യ ഘട്ടത്തിൽ അവിടെ പൊതുദർശനം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇന്നലെ രാത്രിയിലടക്കം വലിയ പ്രതിഷേധവും സംഘർഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്കൂളിലേക്ക് പൊതുദർശനം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ അവിടെ ഒപ്പം പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും അനധ്യാപകരും PTA ഭാരവാഹികളും ഒക്കെ അവിടേക്ക് എത്തിയിരുന്നു. ഞായറാഴ്ചയാണ്, പ്രവൃത്തി ദിവസമല്ല. എന്നിട്ട് കൂടി അവിടേക്ക് കൂടുതൽ ആളുകൾ വന്നിരുന്നു. ഒടുവിൽ പോലീസ് അവിടെ പൊതുദർശന അനുമതി നൽകി. അങ്ങനെയാണ് ഒരു 15 മിനിറ്റ് സമയം നമ്മുടെ സ്കൂളിൽ ഇത്തരത്തിൽ പൊതുദർശന സമയം നൽകിയത്. അവിടേക്ക് അധ്യാപകരും അനധ്യാപകരും പഠിച്ച വിദ്യാർത്ഥികളും ഒക്കെ എത്തി. എല്ലാവർക്കും ഇതൊരു വലിയ വലിയ നഷ്ടമാണ്. ഒരു സുഹൃത്തിനെയാണ്, മികച്ച വിദ്യാർത്ഥിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് കണ്ണീരണിഞ്ഞാണ് അവർ വിട നൽകിയത്. അവസാനമായി നമുക്ക് കാണുന്ന നിരവധി കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയിരുന്നു. ശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലിപ്പോൾ പൊതുദർശനം, അവിടെ ആളുകൾ, നിരവധി ആളുകൾ, അതായത് നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി, അവസാനമായി അനന്തുവിനെ നമുക്ക് കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാകും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും വലിയ വലിയ ദുഃഖമുള്ള കാഴ്ചയാണ്. അമ്മയുടെയും മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ നിലവിളി നമുക്ക് കാണാൻ കഴിയും. അത് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. കാരണം ഇന്നും വൈകുന്നേരം കളിക്കാൻ പോകുന്ന മകനാണ്, അല്ലെങ്കിൽ സഹോദരനാണ്, അല്ലെങ്കിൽ ബന്ധുവാണ്. അവൻ സുഹൃത്തുക്കൾക്ക് ഉറ്റ സുഹൃത്താണ്. അങ്ങനെ അവൻ കളിക്കാൻ പോയി. പിന്നീട് അവൻ നടന്ന വഴിയാണ്, അവന് ഏറ്റവും പരിചിതമായ ഇടമൊക്കെയാണ്. ഈ ഷോക്കേറ്റ് പരിചയത്തോടൊക്കെയും അവൻ നിത്യവും കാണുന്നതാണ്. ഏറ്റവും പരിചയമുള്ള ഇടമാണ്. അവിടെ ഇങ്ങനെ ഒരു കെണി ഉണ്ടാകുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനുശേഷമാണ് അവൻ ഈ വെള്ളത്തിലേക്ക് ഷോക്കേറ്റ് വീഴുന്നതും ഒപ്പമുണ്ടായിരുന്ന മറ്റു രണ്ടുപേർ സഹായിക്കാൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ ശ്രമിച്ച് ഷോക്കേറ്റ് ഇവരും വീഴുന്നത്. എന്തായാലും ആ പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ് അവർക്ക് നഷ്ടമായത്. രാവിലെ ഒപ്പം ഷോക്കേറ്റ സുഹൃത്ത് ബന്ധു കൂടിയായ, അല്ലെങ്കിൽ സഹോദരത്തിനായ ആൾ മനീഷയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അങ്ങനെ ഇന്ന് നിരന്തരമായി പോകുന്ന സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ മുൻപെങ്ങും ഇത്തരത്തിൽ കണ്ടിട്ടില്ല എന്നാണ് മനീഷ് പറയുന്നത്. പക്ഷെ മറ്റ് നാട്ടുകാരൊക്കെ പറയുന്നത് ഇവിടെ മുൻപും സമാനമായ കെണിയൊക്കെ ഉണ്ടായിരുന്നു. അത് നേരത്തെയും പരാതിപ്പെട്ടതാണ് എന്നാണ് അവർ പറയുന്നത്. ഇതിൽ നേരത്തെ കോൺഗ്രസ് അടക്കം ആരോപിച്ചൊരു കാര്യം, UDF ആരോപിച്ചൊരു കാര്യം, KSEBിയുടെ ഒരു മൗനാനുവാദം ഇക്കാര്യത്തിലുണ്ട്. കാരണം ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഇതൊരു കൃഷി നശിപ്പിക്കാൻ വരുന്ന പന്നിയെ കെണിവെച്ച് പിടിക്കാനുള്ളതാണ് എന്നാണ് കരുതിയത്. അത്തരത്തിലുള്ള ഇതുണ്ട് എന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിൽ എന്തായാലും ആ സ്ഥിതി മാറിയിട്ടുണ്ട്. ഇത് കൃഷി നശിപ്പിക്കാൻ വരുന്ന പന്നിയെ പിടിക്കാനുള്ളതായിരുന്നില്ല. അവിടെ ഈ കാട്ടുപന്നിയെ കെണിവെച്ച് പിടിച്ച് അതിനെ വിൽക്കുന്ന ആ രീതിയിലേക്ക് ഒരു കുറ്റകൃത്യം നടത്തുന്ന ആളാണ് മുഖ്യപ്രതി എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് നേരത്തെ FIR ഇട്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പുകളൊക്കെ ചേർക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും വീട്ടിലെ ഇപ്പോൾ സംസ്കാരത്തിന്റെ ചടങ്ങുകളൊക്കെ അന്തിമോപചാരിപ്പിക്കാനുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു നീണ്ട നിര നമുക്ക് ദൃശ്യമാണ്. കാരണം ഈ പ്രദേശത്ത് ആകെയുള്ള ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. കാരണം അവർക്ക് ഈ പ്രദേശവാസികൾക്കൊക്കെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനിയനായിരുന്നു അനന്തുകൃഷ്ണൻ. അവനെയാണ് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ അവനെ അവസാനമായി ഇവിടെ നോക്കാൻ നിരവധി ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്.